നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കെ മുരളീധരൻ. നിലവിൽ മുസ്ലിം ലീഗ് സീറ്റാണ് ഗുരുവായൂർ. അത് കോൺഗ്രസുമായി വെച്ചുമാറാനാണ് ആലോചന. വർഷങ്ങളായി LDF ഭരിക്കുന്ന സീറ്റ് പിടിച്ചെടുക്കാൻ മുരളീധരന് കഴിയും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആഗ്രഹം KPCCയെ അറിയിച്ചിട്ടുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രവർത്തകർ ഓരോ യോഗത്തിലും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൈചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായും ആ ആഗ്രഹം അത് വളരെ ശക്തമാണ്, യാഥാർത്ഥ്യമാകേണ്ടത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ജില്ലയ്ക്കകത്ത് UDFിലെ ലീഗുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയില്ല, ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇത് സ്റ്റേറ്റ് UDF ആണ് ചർച്ച ചെയ്യേണ്ടത്. അവർ ചർച്ച ചെയ്ത് ഞങ്ങൾ KPCCയോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് തരികയാണെങ്കിൽ വളരെ സന്തോഷം. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയാണോ കെ മുരളീധരൻ? ഗുരുവായൂർ സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണോ? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവിക്ക് ശേഷം ഇനി തൃശ്ശൂരിലേക്ക് ഇല്ല എന്നൊരു നിലപാടായിരുന്നു കെ മുരളീധരൻ എടുത്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറുകളൊക്കെ തന്നെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ പൂർത്തിയായ ശേഷമാണ് പിന്നീട് കോൺഗ്രസിനെ കൈവിടാത്ത ഒരേ ഒരു നിയമസഭാ മണ്ഡലം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മാത്രമായിരുന്നു. ആ ഒരു കാര്യം കൂടി കണക്കിൽ വെച്ചാണ്. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ടേമിലധികമായി, അതായത് കുറെ കാലങ്ങളായി തന്നെ LDFന്റെ കയ്യിലാണ് ഈ ഒരു സീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന് അവിടെ കാര്യമായ ഒന്നും തന്നെ വിജയിക്കാനായി കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ പിന്നീട് ചർച്ച നടത്തുകയും ചെയ്തു. ഈ ഗുരുവായൂർ സീറ്റ് മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റുമായി വെച്ചുമാറുക എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കെ മുരളീധരനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായുള്ള, അതായത് കോൺഗ്രസ് ഈ ലീഗ് ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കണം എന്നുള്ള തരത്തിലേക്ക് വരെ ചർച്ചകൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കണം എന്ന ഒരു വികാരം പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ജില്ലയിലെ ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അല്പസമയത്തിനകം ലീഗ് നേതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ അവരുമായി ഫോണിൽ സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലായത് ലീഗിന് നൽകുക തീർച്ചയായും, അതായത് പട്ടാമ്പി സീറ്റുമായി വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വെച്ചുമാറുകയാണെങ്കിൽ പട്ടാമ്പി മണ്ഡലത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ലീഗിന് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകി കോൺഗ്രസിൻ്റെ കയ്യിലുള്ള പട്ടാമ്പി സീറ്റ് ഗുരുവായൂരുമായി വെച്ചുമാറുകയാണെങ്കിൽ അത് രണ്ട് കൂട്ടർക്കും ഒരുപക്ഷെ ഗുണകരമായി മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഇപ്പം നമ്മൾ ഇന്ന് കെ കരുണാകരന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. അറിയപ്പെട്ട ഗുരുവായൂരപ്പൻ ഭക്തനാണ്. അപ്പോൾ മകനെയും ഗുരുവായൂരപ്പൻ കാക്കും. അതോടൊപ്പം ഒരു പ്രായശ്ചിത്തം കൂടി. കാരണം തൃശ്ശൂരിൽ വലിയ തോൽവിയാണ്, വലിയ നിരാശയാണ്. അതിനുശേഷമാണ് ഇനിയില്ല തൃശ്ശൂരിലേക്ക്, ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോലും ഇല്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു പ്രായശ്ചിത്തം കൂടിയാണോ? തീർച്ചയായും, അതായത് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ ഒരു വിധത്തിലാണ് അനുനയിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതായത് പക്ഷേ തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വവുമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങളാണ് കെ മുരളീധരൻ ഉണ്ടായത്. അതിനുശേഷം കെ മുരളീധരന്റെ നിർദ്ദേശപ്രകാരം നേതൃത്വത്തിലുണ്ടായിരുന്ന DCC നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതിന് പകരം ഈ കെ മുരളീധരന്റെ തന്നെ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടാണ് പിന്നീട് ജോസഫ് ടാജറ്റിനെ DCC പ്രസിഡന്റായി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതോടുകൂടി ഈ തൃശ്ശൂരുമായുള്ള ഒരു അകൽച്ച കെ മുരളീധരന് കുറഞ്ഞു വരുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗുരുവായൂരിലേക്ക് തിരികെ വന്ന് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിടാതിരുന്ന ഗുരുവായൂർ മണ്ഡലം ഏറ്റെടുക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ള ഒരു തരത്തിലുള്ള
എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മുരളീധരനുമായി. ഇനി കെ മുരളീധരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുക. പട്ടാമ്പി സീറ്റ് ലീഗിന് ഓക്കെ ആണോ എന്നതുകൂടി നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്.